ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വചനം വായിച്ചു നോക്കിയാലോ. അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. മർക്കോസ് എഴുതിയ ലേഖനം 6-ാം അധ്യായം 34-ാം തിരുവചനമാണ്. നമുക്ക് നോക്കിയാലോ എന്താണെന്ന്. യേശുവിൻ്റെ അനുകമ്പയിലാണ് തുടക്കം. ഇടയനില്ലാത്ത ആട്ടിൻപറ്റം എന്ന് സുവിശേഷകൻ ജനക്കൂട്ടത്തിന് നൽകുന്ന വിശേഷണം സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നു. നേതാക്കന്മാരാണ് ഇടയന്മാർ. പുരോഹിതരും ലേവായരും ഫരിസേയരും നിയമജ്ഞരും സദുക്കായരും പിന്നെ രാഷ്ട്രീയ നേതാക്കളായ ഹെറോദേസ് പക്ഷക്കാരും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇടയന്മാർ തങ്ങളെ തന്നെ പോറ്റാനല്ലാതെ ജനക്കൂട്ടത്തിന് ആവശ്യമായത് നൽകാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെയാണ് നല്ല ഇടയൻ എന്ന സ്വയം വിശേഷിപ്പിച്ച യേശുവിൻ്റെ ഒരു പ്രത്യേകത വെളിവാകുന്നത്. കരുണ, അനുകമ്പ. കല്ലുകളെ അപ്പമാക്കാൻ വിസമ്മതിച്ച യേശുവിന് വിശന്നു വലഞ്ഞ ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നി. ഓക്കെ, താങ്ക് യു.